എസ് വിജയകുമാർ കൂടി ചേരുന്നുണ്ട്. വിജയകുമാർ, രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ഒരു ആളാണ് എൻ രാമചന്ദ്രൻ എന്നതിൽ തർക്കമില്ല. ഭീകരവാദത്തിനെതിരെ, ഭീകരവാദികൾക്കെതിരെ തീർച്ചയായും രാജ്യം മറുപടി നൽകും, ഒരിക്കലും പൊറുക്കില്ല. ആ സന്ദേശം കൂടി നൽകിക്കൊണ്ട് ആയിരക്കണക്കിന് പേർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ ഒഴുകിയെത്തുന്ന കാഴ്ചയല്ലേ നമ്മൾ കാണുന്നത്? അനുജ, തീർച്ചയായും ഈ രാജ്യത്തിന് വേണ്ടി പോരാടി വീരമൃത്യു വരിച്ച ഒരു ജവാനോട് എങ്ങനെയാണോ രാജ്യം ഒരു റെസ്പെക്റ്റ് കാണിക്കുന്ന, ഒരു ബഹുമാനം കാണിക്കുന്നത്, എങ്ങനെയാണോ അദ്ദേഹത്തെ ഒരു ജവാനെ, രാജ്യം വീരമൃത്യു വരിച്ച ജവാനെ കണക്കിലെടുക്കുന്നത്, അതേപോലെ തന്നെയാണ് പെഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ മരിച്ച 26 പേരോടും ഈ രാജ്യം സ്നേഹവായ്പും ആദരവും കാണിക്കുന്നത്. അതാണ് നമ്മൾ രാവിലെ ചെങ്ങമ്പുഴ പാർക്കിലും ഇപ്പോഴിത് അദ്ദേഹത്തിൻ്റെ എടപ്പള്ളിലെ നീരാഞ്ജനം എന്ന വസതിയിലും കാണുന്നത്. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആളുകൾ അവിടേക്ക് ഒഴുകി എത്തുന്നത്. അത് രാമചന്ദ്രൻ എന്ന വ്യക്തിയോട് നേരിട്ടോ അദ്ദേഹവുമായി ബന്ധമുള്ളവരോ അദ്ദേഹത്തെ അറിയാവുന്നവരോ മാത്രമല്ല, അതിൽ ചെങ്ങമ്പുഴ പാർക്കിന് സമീപത്ത് അല്ലെ എടപ്പള്ളിയിലൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ കുറച്ച് സുഹൃത്തുക്കളും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിരുന്നവരും മാത്രമല്ല, അദ്ദേഹത്തെ വാർത്തകളിലൂടെ അറിഞ്ഞും കേട്ടും ഈ പെഹൽഗാം ഭീകരാക്രമണത്തിനോട് ഐക്യത, അതിനെതിരെയുള്ള രാജ്യത്തിൻ്റെ പോരാട്ടത്തിനൊപ്പം നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമായ പതിനായിരക്കണക്കിന് ആളുകളാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി രാവിലെ അവിടേക്ക് ഒഴുകി എത്തുന്നത്. കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരിയിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുവന്ന സമയത്ത് തന്നെ അവിടെ ആയിരക്കണക്കിന് ആളുകൾ, വളരെ ചുരുങ്ങിയ സമയം മാത്രമേ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അവിടെ വെച്ചിരുന്നുള്ളൂ. ആ സമയത്ത് അവിടെ എത്തിയതാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ. വല്ലാത്തൊരു വൈകാരിക വായ്പോടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ അവിടേക്ക് ഈ കൊച്ചിയിലേക്ക് വരുന്നത് ഈ മണിക്കൂറുകളിൽ, കഴിഞ്ഞ 48 മണിക്കൂറിൽ നമ്മൾ കണ്ടു. ഇത് ചെങ്ങമ്പുഴ പാർക്കിലെയോ ഇടപ്പള്ളിയിലെയോ എറണാകുളത്തെയോ മാത്രം കാഴ്ചയല്ല. കശ്മീരിൽ മരിച്ച അവിടുത്തെ ആ കുതിര സവാരിക്കാരൻ മുതൽ ഇങ്ങ് കേരളത്തിൽ ഇവിടെ മരിച്ച രാമചന്ദ്രൻ വരെ അദ്ദേഹത്തിൻ്റെ അവരോട് ആദരസൂചകമായി അവരെ കാണുന്നതിന് വേണ്ടി ഈ രാജ്യം ഭീകരതയ്ക്കെതിരെ നടത്തുന്ന വലിയ പോരാട്ടത്തിൽ ഈ നിലയിലാണ് പിന്തുണ അറിയിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലായിടത്തേക്കും ആളുകൾ ഒഴുകിയെത്തുന്നത് നമ്മൾ കാണുകയാണ്. ഒരിടത്തും ആരും ഏതെങ്കിലും തരത്തിൽ വിദ്വേഷത്തിൻ്റെയോ മതപരമായ മുദ്രാവാക്യങ്ങളോ ഒന്നും മുഴക്കുന്നില്ല. ഒരുമിച്ച് നിൽക്കുന്നു, നമ്മൾ ഒരുമിച്ച് നിന്ന് ഈ പോരാട്ടം നടത്തുന്നു എന്ന ഒരൊറ്റ സന്ദേശമാണ് നൽകുന്നത്. യഥാർത്ഥത്തിൽ പെഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ഭീകരർ തയ്യാറെടുത്തപ്പോൾ അവർ 2 കാര്യമാണ് ഉദ്ദേശിച്ചത്. ഒന്ന്, കശ്മീരിനെ മുറിവേൽപ്പിച്ച് ഇന്ത്യയുടെ ആത്മാവിനെ മുറിവേൽപ്പിക്കുക എന്നത്. കശ്മീർ ഒരിക്കലും ഇനി സമാധാനത്തിലേക്ക് തിരികെ വരരുത് എന്ന് അവർ കരുതി അത്തരം ഒരു ഭീകരാക്രമണം നടത്തി. മറ്റൊന്ന്, ഈ രാജ്യത്തിൻ്റെ വിഭജനത്തിന് വേണ്ടി ഒരു വിത്തുപാകൽ കൂടിയായിരുന്നു യഥാർത്ഥത്തിൽ ആ ഭീകരാക്രമണം കൊണ്ട് അവർ ഉദ്ദേശിച്ചത്. അതിൽ 2ലും അവർ പരാജയപ്പെട്ടു. രാജ്യം ഒരുമിച്ച് നിൽക്കുന്നു. തന്നെയുമല്ല, കശ്മീരിലെ ജനങ്ങൾ ഇക്കാര്യത്തിൽ കാട്ടുന്ന ഒരു വലിയ പോരാട്ട വീര്യം ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതുണ്ട്. കശ്മീരിൽ പതിനായിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ശ്രീനഗറിലും വിവിധ ജില്ലാ കേന്ദ്രങ്ങളിലും പാകിസ്ഥാനെതിരെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് അവർ തെരുവിലിറങ്ങിയത്. ഇന്ത്യൻ സേനയ്ക്കും ഇന്ത്യൻ സർക്കാരിനും അല്ലെങ്കിൽ കശ്മീർ സർക്കാരിനും ഇന്ത്യൻ ജനതയ്ക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പതിനായിരക്കണക്കിന് ആളുകൾ കശ്മീരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ദിവസങ്ങളിൽ തെരുവിലിറങ്ങി മുദ്രാവാക്യം മുഴക്കുന്നത് നമ്മൾ കണ്ടു. ആരെങ്കിലും ആഹ്വാനം ചെയ്തിട്ടല്ല അവർ അത്തരമൊരു പ്രകടനത്തിന് മുതിർന്നത്. യഥാർത്ഥത്തിൽ കശ്മീർ അതിൻ്റെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വരികയായിരുന്നു. കശ്മീർ അതിൻ്റെ സാധാരണ ജീവിതം തിരികെ പിടിക്കുകയായിരുന്നു. കശ്മീർ തിരിച്ചു വരുന്ന സാമ്പത്തികമായി, സാമൂഹികമായി ഒക്കെ. വിജയകുമാർ, ഏറ്റവും ഒടുവിലായി വരുന്ന വിവരം, പെഹൽഗാമിൽ ആക്രമണം നടത്തിയവരെ പ്രശംസിച്ചിരിക്കുകയാണ് പാക് ഉപപ്രധാനമന്ത്രി എന്നുള്ളതാണ്. ആക്രമണം നടത്തിയവർ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്നാണ് ഇഷാഖ് ധർ എന്ന പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്നതാണ്. ഈ ഉപപ്രധാനമന്ത്രിയും ഒപ്പം തന്നെ അവിടുത്തെ സൈനിക മേധാവിയും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പല പ്രസ്താവനകളും അത് അങ്ങേയറ്റം നമ്മളെ സംബന്ധിച്ച് വളരെ വേദനയുണ്ടാക്കുന്നതാണ്. അതിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ഭീകരവാദികൾ ഇത്രയധികം വലിയൊരു ആക്രമണത്തിലേക്ക് പോയത് എന്നുള്ളതിലും നമുക്ക് സംശയമൊന്നുമില്ല. ഏതായാലും തെളിവെവിടെ എന്നൊക്കെ ചോദിച്ച് ഒരു വശത്ത് പാകിസ്ഥാൻ ഇരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രി ഇതിനെ പ്രശംസിച്ചുകൊണ്ടൊക്കെയുള്ള പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിജയകുമാർ, അനുജ, ഇന്നലെ രാത്രിയിലാണ് അൽ ജസീറയ്ക്ക് കൊടുത്ത ഒരു അഭിമുഖത്തിൽ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ചില കാര്യങ്ങൾ പറഞ്ഞത്. പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയും ഇതിന് സമാനമായ പ്രതികരണമാണ് അൽ ജസീറയ്ക്ക് കൊടുത്ത ഒരു അഭിമുഖത്തിൽ പറയുന്നത്. ഇന്ത്യ ഇവിടെ കശ്മീരിലെ ജനങ്ങൾ നടത്തിയ പോരാട്ടമാണ് പെഹൽഗാമിലേത്. അതിൽ മറ്റു തരത്തിലുള്ള ബാഹ്യ ഇടപെടലൊന്നുമില്ല എന്ന് സ്ഥാപിക്കാനാണ് അദ്ദേഹവും ഏതാണ്ട് ഈ അരമണിക്കൂറോളം നീണ്ട ആ അഭിമുഖത്തിൽ ആകെ ശ്രമിക്കുന്നത്. മാധ്യമപ്രവർത്തകർ തുടർച്ചയായി ഇതിൽ ഇന്ത്യ ഗവൺമെൻറ് പറയുന്ന ചില തെളിവുകളെ പറ്റി, പാകിസ്ഥാന്റെ പങ്കാളിത്തം സംബന്ധിച്ചൊക്കെ പറയുമ്പോൾ അതൊക്കെ കശ്മീരിലെ സ്വാതന്ത്ര്യ സമരം എന്ന പ്രവർത്തനം എന്ന മട്ടിൽ അതിനെ കാണാനാണ് ഈ പാകിസ്ഥാനിലെ
പ്രതിരോധ മന്ത്രി ഇന്നലെ തുടർച്ചയായി നടത്തിയ ആ അഭിമുഖത്തിൽ തുടർച്ചയായി പറയുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത് പാകിസ്ഥാന്റെ സ്ഥിരം സമീപനമാണ്. ഇവിടെ നടക്കുന്ന ഈ വിഭാഗീയ പ്രവർത്തനങ്ങളെ ഒളിഞ്ഞും തെളിഞ്ഞും പിന്തുണയ്ക്കുക, പ്രോക്സി വാർ തുടർച്ചയായി നടത്തുക, അതിർത്തിക്കപ്പുറത്തുനിന്ന് ഭീകരരെ പരിശീലനം നടത്തി ഇന്ത്യയിലേക്ക് അയക്കുക, ISI ആളും അർത്ഥവും നൽകി അതിനെ പ്രോത്സാഹിപ്പിക്കുക. പക്ഷേ ഇത്തവണ പരാജയപ്പെട്ടത് അവർ പാളിപ്പോയത് പ്രാദേശികമായി അവർ പ്രതീക്ഷിച്ച പിന്തുണ കിട്ടിയില്ല എന്ന് തന്നെയല്ല, ഭീകരതയ്ക്കെതിരെ കശ്മീരി ജനത ഒറ്റക്കെട്ടായി തെരുവിലിറങ്ങുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. അതിൻ്റെ തെളിവാണ് ആ തെരുവിൽ എത്തിയ ലക്ഷക്കണക്കിന് കശ്മീരികളാണ് അവർ പാകിസ്ഥാനെതിരെ മുദ്രാവാക്യം മുഴക്കിയത്. പണ്ടൊന്നും കാണാത്തതാണ് ആ കാഴ്ച. അത് യഥാർത്ഥത്തിൽ അവരുടെ ജീവിതം തിരിച്ചുപിടിക്കുന്നതിൻ്റെ, അവരുടെ ജീവനോപാധികൾ തിരിച്ചുപിടിക്കുന്നതിൻ്റെ, സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വരുന്നതിൻ്റെ ഒക്കെ വലിയ സന്ദേശം തന്നെയായിരുന്നു. അതുകൊണ്ട് ഉറപ്പായും പറയാം, ഈ പോരാട്ടത്തിൽ ഇന്ത്യ ആയിരിക്കും ജയിക്കുക. അവർക്ക് ഭീകരതയ്ക്ക് വലിയ തിരിച്ചടി ലഭിക്കും, എല്ലാ തരത്തിലുള്ള തിരിച്ചടിയും ലഭിക്കും. അത് കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഈ കഴിഞ്ഞ 48 മണിക്കൂറിൽ. അനുജ, അതാണ് ഇപ്പോൾ നിലവിൽ പെഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട എറണാകുളം ഇടപ്പള്ളി സ്വദേശി N രാമചന്ദ്രന് നാട് ഒന്നാകെ വിട നൽകുകയാണ്. ഇടപ്പള്ളി ചെങ്കമ്പുഴ പാർക്കിൽ ആദ്യം പൊതുദർശനം, അതിനുശേഷം മൃതദേഹം മാമംഗലത്തെ വസതിയിൽ എത്തിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ശ്മശാനത്തിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. ഭീകരതയ്ക്കെതിരായ ഒറ്റക്കെട്ടായ രീതിയിൽ രാജ്യത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ വിവിധയിടങ്ങളിൽ ചെങ്കമ്പുഴ പാർക്കിലും വസതിയിലേക്കും എത്തിച്ചേരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.